45 എന്ന മൂവിയാണ് ഞാൻ കണ്ടത്. ഇതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചിൽ കൂടെ പോകുന്ന ഒരു സിനിമയാണ്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ 25-ാം തീയതിയാണ് ഇവിടെ കർണാടകയിൽ ഇറങ്ങിയത്. ഔട്ട് സൈഡ് കർണാടക ഇന്നാണ് റിലീസായത്. ഓൾറെഡി ഒരു മിക്സഡ് റെസ്പോൺസൊക്കെയാണ് ഒരു സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഓക്കെ, നല്ലൊരു പ്രതീക്ഷയോടെ തന്നെയാണ് വന്നത്. ഇപ്പം സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ എന്താ പറയുക, ഗരുഡ പുരാണത്തിനെ കുറിച്ചുള്ള റെഫറൻസുകളും ഗരുഡ പുരാണത്തിൻ്റെ പല പല സ്റ്റേജുകളും കാര്യങ്ങളും. പക്ഷേ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊക്കെ ഒരു അൺസഹിക്കബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എടുത്ത് പറയാനായിട്ട് പ്രത്യേക മൊമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു പ്ലോട്ട് നമ്മുടെ കിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് വലിച്ചു നീട്ടി പോകുന്ന ഒരു കാഴ്ചയാണ് ഫസ്റ്റ് ഹാഫിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത്. പിന്നീടാണ് ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് രാജ്ബി ഷെട്ടിക്കും ഉപേന്ദ്രയ്ക്കുമാണ്, രണ്ടുപേർക്കും. പക്ഷേ ഒരു കഥ അങ്ങോട്ടൊക്കെ ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ശിവരാജ് കുമാറിൻ്റെ, അതായത് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ എൻട്രി വരുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം വരുന്ന കുറേ സീനുകളെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാതെ പുള്ളിയാണ് ഏകദേശം കുറേയൊക്കെ സിനിമയെ അല്പമെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇതാണ് ഗരുഡ പുരാണം, ഇങ്ങനത്തെ ഈ ഒരു തീം വെച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓക്കെ, കുറേ കാര്യങ്ങളൊക്കെ പിന്നെ കുറേ കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് എന്തുകൊണ്ടോ ഇപ്പം സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് കർമ്മ, ഗുഡ് കർമ്മ, ബാഡ് കർമ്മ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. ഇപ്പം പ്രത്യേകിച്ച് നമ്മളിപ്പം ഗരുഡപുരാണം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് സിനിമയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, സിനിമകൾ. അപ്പോൾ നമുക്ക് അന്യൻ എന്ന സിനിമ എനിക്ക് അത് ഓർമ്മ വരുന്നത്, കാരണം അതിൽ പറയുന്നുണ്ട്. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ എഴുതി വിളക്കി ചേർത്തിട്ടുണ്ട് ആ സിനിമയുമായിട്ട്. അപ്പോൾ നമുക്കത് പറയുമ്പോഴത്തേക്കും ഇമോഷണലി നല്ല രീതിയിൽ കണക്റ്റ് ആവുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇത് കുറേ കൂടി ഡീപ്പായിട്ടാവും. ഇതാണ് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന. ഇപ്പോൾ നമുക്ക് ഗരുഡ പുരാണത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്കിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്ത പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് അത്രയും വലിച്ചു നീട്ടേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് തോന്നി. പിന്നെ ഇതൊരു കന്നഡ സിനിമയാണ്. കന്നഡ സിനിമ കുറേ റെഫറൻസൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം എനിക്ക് ചില കാര്യങ്ങളൊക്കെ കണക്റ്റായി. ഇപ്പം ഐ ആം ഗോഡ്, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നൊരു ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. അത് കന്നഡയിൽ വളരെ ഫേമസ് ആണ്, ഉപേന്ദ്രയുടെ തന്നെ ഒരു സിനിമയിൽ. അപ്പം ഈ ഒരു സിനിമയിൽ ആ ഒരു ഡയലോഗ് റെഫറൻസ് വരുന്നുണ്ട്. കസ്തൂരി നിവാസ എന്നൊരു ഡോക്ടർ രാജ്കുമാർ, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വളരെ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമകളിലൊന്നാണ് കസ്തൂരി നിവാസ. അപ്പോൾ ആ ഒരു റെഫറൻസ് വരുന്നുണ്ട്. പിന്നെ ശിവരാജ് കുമാറും കൊടുവാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ കന്നഡ സിനിമ പ്രേമികളോട് ചോദിച്ചാൽ മനസ്സിലാകും. കാരണം അദ്ദേഹത്തിൻ്റെ ധാരാളം സിനിമകളിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി. കാരണം നമുക്ക് ഇതൊക്കെ അറിയാവുന്നൊരു വ്യക്തിയാണെങ്കിലും അത് ആ കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവും. പിന്നെ ഡബ്ബിങ് നല്ല നീറ്റായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് റാപ്പ് പോർഷനും ഇതൊക്കെ വരുന്നുണ്ട്. അത് മലയാളത്തിലുണ്ടായിരുന്നു. അതൊക്കെ വളരെ നന്നായിരുന്നു ഇത് കേൾക്കാൻ. സിനിമയുടെ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹം ഒരു പ്രമുഖ സംഗീത സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി. പിന്നെ ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നല്ല എൻഗേജിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കും ഒക്കെ നമുക്കൊരു ഹൈ മൊമെൻറ്റ്സൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഓവറോൾ എനിക്ക് അത്ര കണ്ടങ്ങ് വർക്കൗട്ട് ആവാത്തൊരു സിനിമയായിട്ടാണ് തോന്നിയത്. നല്ല മൂവിയാണ്. നല്ല തീം നല്ലതാണ്. ഒരു അമ്മയുടെ സ്നേഹവും ഒക്കെ അറിയാനാണ്. മെസ്സേജാണ് നല്ല കൊപ്പില്ലായിന്, നല്ല പെർഫോമൻസ് ആയിന്, കൊപ്പില്ലായിന്, നല്ല